ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്യുവറ്റ് വീഡിയോയെ കുറിച്ചിട്ടാണ്. അതായത് നമ്മളെല്ലാവർക്കും ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്കിൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റീൽസ് അപ്ലോഡ് ചെയ്യണം. റീൽസിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റുള്ള വീഡിയോസിനേക്കാൾ അപേക്ഷിച്ച്, അതായത് ടെക്സ്റ്റ് ഫോട്ടോസിനേക്കാളും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ റീൽസിൽ കൂടിയാണ് ഫേസ്ബുക്ക് ക്രിയേറ്റർമാർ കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് സ്വന്തമായിട്ട് ആക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, സമയക്കുറവുണ്ടാവും. അതുപോലെ തന്നെ അതുമായിട്ട് നമ്മൾ ചെയ്യേണ്ട സൗകര്യക്കുറവുകളുണ്ടാവും. ചെയ്യേണ്ട ഐറ്റംസുകളൊക്കെ, അതായത് ട്രൈപോഡും ഗിംബലൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഡ്യുവറ്റ് വീഡിയോ ചെയ്യുക. അതായത് വേറൊരാളുടെ വീഡിയോ ഒക്കെ നമ്മൾ ഡ്യുവറ്റ്, അതായത് നമ്മൾ എക്സ്പ്രഷൻ മാത്രം കൊടുത്താൽ മതി. എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഒരു കോപ്പി റൈറ്റും ലഭിക്കാതെ ധൈര്യത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മൾ ഡ്യുവറ്റ്. മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഡ്യുവറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. അത് എങ്ങനെയാണ് ചെയ്യുന്നത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ വീഡിയോയുമായിട്ട് മുന്നിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ലൈറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴേക്ക് ഇതൊക്കെ കാണുന്ന റീൽസാണ്. ഇവിടെ റീൽസ് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നതൊക്കെ റീൽസാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു റീൽസ് നമ്മൾ ഡ്യുവറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നോക്കിയോ, നമ്മളിവിടെ ഈ താഴെ കാണുന്ന 3 ഡോട്ടുണ്ട്, 3 ഡോട്ടുണ്ട്. ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റിമിക്സ് ദിസ് വീഡിയോ. ഓക്കെ, ചില വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അതായത് അത് അവർ ആ ഓപ്ഷൻ ഇല്ലാണ്ടാക്കുന്നത്. മറ്റുള്ളവർ നമ്മളുടെ വീഡിയോക്കാരും ഡ്യുവറ്റ് ചെയ്യേണ്ടെന്നില്ല ഉദ്ദേശത്തോടു കൂടി ആ റിമിക്സ് ഓപ്ഷൻ ഒഴിവാക്കുന്നത് കൊണ്ടാണ് അവിടെ റിമിക്സ് ഇല്ലാത്തത്. അപ്പോൾ ഈ വീഡിയോക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഡ്യുവറ്റ് ചെയ്യാനുള്ള ഡ്യുവറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ വരും. പകുതി നമ്മളുടെ ഫേസിലേക്ക് വരും, പകുതി ഈ വീഡിയോ ആയിട്ട് വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്യും. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടേതായ രീതിയിൽ ഒരു എക്സ്പ്രഷൻ, അത് ചിലപ്പോൾ കോമഡി ആണോ, ചിലപ്പോൾ ഫീലിംഗ് ആണോ, അല്ല എന്തുമാവട്ടെ, നമ്മളുടെ ആ വീഡിയോക്ക് അനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ അതിൽ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉദാഹരണ സഹിതം ഞാൻ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫേസ് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അതേ സ്ഥാനത്ത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്ക് ക്യാമറ യൂസ് ചെയ്യുക. ബാക്ക് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ സ്റ്റാർട്ട്. ഞാൻ ഇങ്ങനൊരു എക്സ്പ്രഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. അത് നല്ലൊരു വീഡിയോ ആയിട്ട് അത് മാറും. ഓക്കെ, വീഡിയോ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിതിന് ടെക്സ്റ്റ് ഓഡിയോ കൊടുക്കുന്ന എക്സ്ട്രാ ഈ ഫേസ്ബുക്കിൻ്റെ തന്നെ ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോ കൊടുക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും ഇത് നോക്ക്, ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഷൂട്ടിങ് നമ്മൾ എഴുതിയിട്ട് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുകളിൽ വെക്കണമെങ്കിൽ മുകളിൽ വെക്കുക, അല്ല താഴെ വെക്കണമെങ്കിൽ താഴെ വെക്കുക. ഓക്കെ, അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്കിവിടെ സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുക. ഈ ഒരു സ്റ്റിക്കർ വെക്കണമെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ചെരിച്ചിട്ടെല്ലാം വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതുകൂടാതെ തന്നെ ഇവിടെ ട്രിമ്മ് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡോ കട്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടാക്കുക. അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ച് സമയം പ്രോസസ്സിങ് ആയതിനു ശേഷം ഇവിടെ നമുക്ക് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനൊരു നല്ലൊരു ടൈറ്റിൽ വെച്ച് കൊടുക്കുക. ടൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന ടൈറ്റിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഹാഷ് ടാഗിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് റീൽസ്
അതുമായിട്ട് ബന്ധപ്പെട്ട റീൽസ് നമ്മൾ എപ്പോഴും റീൽസ് നമ്മൾ ഹാഷ്ടാഗ് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഫേസ്ബുക്ക്, പിന്നെ അതുപോലെ തന്നെ കോമഡി, എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ അത് നിങ്ങൾ ഇതിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. റീൽസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇനി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു വീഡിയോ, അത് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ റീൽസ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഓപ്ഷനാണ് എനേബിൾ ചെയ്യണം, ഏതൊക്കെ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ വീഡിയോ ആവശ്യമില്ലാതെ വെറുതെ ലോങ് ആക്കാണ്ടെന്നാണ് കരുതിയിട്ടാണ് ഇപ്പം നിർത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ആ ഒരു മെത്തേഡ്, അതായത് ഡ്യുവറ്റ് വീഡിയോ എങ്ങനെ ആക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ചോദിക്കുക, ഞാൻ വീഡിയോ ആക്കാം. അതിനുശേഷം ഷെയർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ആവുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് ഷെയർ അപ്പം തന്നെ ഷെയർ ചെയ്യേണ്ട, ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഇനി പിന്നീടുള്ള സമയം ഏതെങ്കിലും സമയം സെറ്റാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെയർ ആവുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.